വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വരികയാണ്. അപ്പോൾ രണ്ട് പ്രത്യയശാസ്ത്രങ്ങളാണ്. അന്ന് മുതൽ സിന്ധു ജോയി എതിരിട്ടത് ശത്രുപാളയമായിരുന്നു. കോൺഗ്രസ്, UDF ഒരുപാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ അവരെ ഒരു ശത്രുപാളയത്തിൽ കണ്ടു. ഇന്ന് അവർ മിത്രമാണ്. ഈ രണ്ട് അകൽച്ച രാഷ്ട്രീയത്തിൽ ഇല്ല എന്നാണ്. ശത്രുവും മിത്രവും എപ്പോഴും രാഷ്ട്രീയത്തിൽ മാറി മാറി വരാം. AP അബ്ദുള്ളക്കുട്ടി, ശിവരാമൻ, ഡോക്ടർ മനോജ്, ഇങ്ങനെയുള്ള നേതാക്കന്മാർ CPM എന്ന് മാറുന്നു. ഇപ്പോൾ അവസാനം സിന്ധു ജോയി. എവിടെയാണ് CPMന് തെറ്റുപറ്റിയത്? CPMന് തെറ്റ് പറ്റുന്നത് അവരെ തിരുത്താൻ വേണ്ടി തയ്യാറാവുന്നില്ല. വാസ്തവത്തിൽ അബ്ദുള്ളക്കുട്ടിയും ഞാനുമെല്ലാം SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റുമാരാണ്. ഏറെ പ്രതീക്ഷകളോടുകൂടി കേരളത്തിലെ വിദ്യാർത്ഥികൾ നോക്കിക്കൊണ്ടിരുന്നതാണ് ഞങ്ങളെയൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഈ നിലപാട് സ്വീകരിക്കേണ്ടി വന്നു? കാരണം വിദ്യാർത്ഥികളായാലും യുവജനങ്ങളെ ആയാലും എല്ലാം, അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടി ഇന്ന് അവരുടെ ആശയങ്ങളിൽ നിന്ന് ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ഞങ്ങളെല്ലാം സ്വപ്നം കണ്ട് വന്ന ഒരു പാർട്ടിയിലെ ഒരു പ്രതീക്ഷയെല്ലാം അസ്തമിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാടെടുക്കേണ്ടി വന്നത്. ഈ നിലപാട് രണ്ട് പ്രത്യയശാസ്ത്രമായിരുന്നാൽ ഇപ്പോൾ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമായിട്ട് സിന്ധു ജോയിക്ക് മാനസികമായി യോജിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഈ പ്രത്യയശാസ്ത്രത്തിൽ തന്നെ അവർ വെള്ളം ചേർത്തിരിക്കുകയാണ്. ഇന്ന് പ്രത്യയശാസ്ത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നടപ്പിലാക്കുന്നില്ല. കേരളത്തിലെ സാധാരണക്കാരന്റെ കണ്ണുനീരൊപ്പമുള്ള ചുമതലയുണ്ടായിരുന്ന ഗവൺമെന്റ് കേരളീയ ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ കണ്ണുനീരിലേക്ക് നയിക്കുക ചെയ്തിട്ടില്ല അഞ്ച് വർഷക്കാലം. അപ്പം ഇതിനെതിരെ സ്വാഭാവികമായിട്ട് ഞങ്ങൾ പാർട്ടികൾക്കും പ്രതികരിച്ചുകൊണ്ടിരുന്നു. മറുപടി കിട്ടിയിട്ടില്ല. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം എന്ന നിലയ്ക്ക് ഇപ്പം ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ കോൺഗ്രസിൽ അംഗത്വം എടുത്തു. ഞാൻ CPMൽ പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ കോൺഗ്രസിലും മറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു അകൽച്ച തോന്നുന്നില്ല. പിന്നെ പ്രത്യയശാസ്ത്രപരമായി എനിക്ക് വ്യതിയാനം വന്നിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിലേക്ക് ചേർന്ന് അവരുടെ ആശയങ്ങൾ പഠിച്ചു. എനിക്ക് തോന്നി ഇതായിരിക്കും നല്ലത്. ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലായാലും ഇന്ത്യയിലായാലും UP ഗവൺമെന്റിനും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കും കേരളത്തിൽ കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. വൈകാരികമോ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമല്ല ഇന്ന് UDFന്റെ ക്യാമ്പിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. അതിനുമപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിന്റെ യഥാർത്ഥ വികസനം സാക്ഷാത്കരിക്കുവാൻ കഴിയുന്നത് ഐക്യമുന്നണിക്കായിരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അഭിമാനപൂർവ്വം തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വമെടുത്തു. കഴിഞ്ഞ 24-ാം തീയതി പുതുപ്പള്ളിയിൽ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കൺവെൻഷൻ പങ്കെടുത്ത് സമയത്ത് KPCCയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തലയിൽ നിന്നും അംഗത്വമെടുത്തു. കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നു. ഇപ്പോൾ മതപരമായ കാര്യങ്ങളിൽ CPMന്റെ നിലപാട് വളരെ മോശമായിരുന്നു, അല്ലെങ്കിൽ അവർ അതിന് കർക്കശ നിലപാടെടുത്തിരുന്നു. അതുകൊണ്ടാണ് അതൊരു കാരണമായിരുന്നു സിന്ധു ജോയിയുടെ മാറ്റത്തിന്. വേറൊരു കാരണം എന്ന് പറയുന്നതിനോട് എങ്ങനെയായിരുന്നു? അത് തീർച്ചയായിട്ടും ശരിയാണ്. കാരണം CPMന്റെ ഒരു തെറ്റുതിരുത്തൽ രേഖ വന്നു. അതിനുശേഷമാണ് വാസ്തവത്തിൽ ഞാൻ കമ്മിറ്റികൾക്കൊന്നും പോകാണ്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ആ തെറ്റുതിരുത്തൽ രേഖ സൂചിപ്പിക്കുന്നത് നമുക്ക് മതത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ ഞാൻ CPM ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പറായിരുന്നു. ഞാൻ ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പർ എന്ന് പറഞ്ഞ് ഉയർന്നൊരു നിലയിൽ പ്രവർത്തിക്കുന്നു. എന്നെപ്പോലുള്ള ആളുകളുടെ കുടുംബക്കാരും മതത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഞാൻ വ്യക്തിപരമായ ഒരു പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മാത്രമല്ല വിലക്കുകൾ ഉണ്ടാകുന്നത്, എൻ്റെ വീട്ടിലുള്ളവർക്കും വിലക്കുകൾ വരികയാണ് മതത്തിൽ ചേർന്ന് പ്രവർത്തിക്കുവാനോ അല്ലെങ്കിൽ അതുമായി മുമ്പോട്ട് പോകാനോ. അപ്പം അങ്ങനെ ഒരു സാഹചര്യം തികച്ചും അസഹനീയമായിരുന്നു. ഞാൻ മതവിശ്വാസിയാണ് പണ്ട് മുതലേ തന്നെ. അല്ല, പാർട്ടിയുടെ നയം വളരെ പണ്ട് മുതലേ അങ്ങനെ ആയിരുന്നല്ലോ. അതെ, പക്ഷെ ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് തെറ്റിദ്ധരുത്തൽ രേഖയിലൂടെ പറയുന്നു ഒട്ടും തന്നെ നിങ്ങൾക്ക് പോകാൻ പാടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പാർട്ടിയിൽ നിൽക്കുമ്പോൾ ഒരിക്കലും ഞാൻ പരസ്യമായിട്ട് പള്ളിയിൽ പോയിട്ടില്ല. വിശ്വാസം ഉള്ളിലുണ്ടെങ്കിലും ഞാനത് ഉള്ളിൽ ഒതുക്കുകയായിരുന്നു. അങ്ങനെ പാർട്ടി വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് അന്ന് പോയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള നേതാക്കന്മാർ ഇന്നും പാർട്ടിയിൽ ഉണ്ടെന്നുള്ളതാണ്, മനസ്സിൽ വിശ്വാസമുള്ള നേതാക്കൾ. തീർച്ചയായും ഒട്ടനവധി ആളുകളുണ്ട് CPMനകത്ത്. ആണ്. അവരത് ഗൗരവപൂർവ്വം തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ മതത്തെ നിഷേധിച്ചുകൊണ്ട് നമുക്ക് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് പോകാൻ വേണ്ടി കഴിയുമോ? ഇത് CPM ഗൗരവമായിട്ട് പരിശോധിച്ചില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനിയും ഒരുപാട് പേരുടെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകും. മതപരമായിട്ടുള്ള വിശ്വാസത്തെ ചൊല്ലി മാത്രമല്ല, പൊതുവിൽ CPMന്റെ യുവജനങ്ങളോടുള്ള നയം തിരുത്തുവാൻ വേണ്ടി തയ്യാറാകണം.